കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ മാനിഫെസ്റ്റേഷനും അതിലേക്ക് എത്തേണ്ട കാര്യങ്ങളും അത് ചെയ്യാൻ വേണ്ടി ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുകയും ഇങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുന്ന കാര്യം, അതായത് നമ്മൾ മാനിഫെസ്റ്റേഷൻ, നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം നേടിയെടുക്കുന്നതിനാണല്ലോ മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഈ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി അതിൻ്റെ പിന്നിൽ ജോലി ചെയ്യണമെന്ന് പറഞ്ഞു. ആ ജോലി ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കണമെന്നൊക്കെ സംസാരിച്ചതാണ്. ഓക്കെ, കഴിഞ്ഞ ദിവസം ഈ ടു ഡു ലിസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു സംശയം ഒരാൾ ചോദിച്ചതാണ് ഈ വീഡിയോ ചെയ്യാൻ പ്രേരകമായത്. ഈ ടു ഡു ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ട് പലതും എനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല, ചില കാര്യങ്ങൾ പിറ്റേ ദിവസത്തേക്കൊക്കെ ചെയ്യേണ്ടി വരുന്നു, അല്ല പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെക്കേണ്ടി വരുന്നു, അങ്ങനെ ഈ പറയുന്ന ടു ഡു ലിസ്റ്റിലുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല എന്ന് ഒന്ന് രണ്ട് പേര് ഞാൻ പറയുകയുണ്ടായി. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ, മാനിഫെസ്റ്റ് ചെയ്തൊരു കാര്യം നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കില്ല, ആ ടു ഡു ലിസ്റ്റ് ഡിസിപ്ലിനായിട്ട് നടപ്പാക്കി പോകുന്ന ഒരാൾക്ക് മാത്രമേ അതിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, മനസ്സിലാക്കണം. അതായത് ടു ഡു ലിസ്റ്റ് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ അതിൽ രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാളാണെങ്കിൽ രാത്രി 10 മണിക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണല്ലോ ടു ഡു ലിസ്റ്റിനകത്ത് വരേണ്ടത്. അത് പൂർണ്ണമായിട്ടും തീർന്നു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഉറങ്ങാൻ പോകാം. അത് ഏതെങ്കിലും ഒരു കാരണവശാൽ അത് തീർന്നില്ല എന്നുണ്ടെങ്കിൽ അത് തീർത്തതിന് ശേഷം മാത്രം ഉറങ്ങാൻ പോകുക. സാഹചര്യത്തിൽ ഒരെണ്ണം തീർന്നില്ല എന്ന് കരുതുക, പിറ്റേ ദിവസം രാവിലെ അത് ആദ്യത്തെ പ്രയോറിറ്റിയിൽ ചെയ്യാൻ ശ്രമിക്കണം. എന്ന് വെച്ചാൽ ഇത് ശീലമാക്കി മാറ്റരുത്. ശീലമാക്കി മാറ്റുന്നത് കൊണ്ട് ഒരിക്കലും നമുക്ക് ഗുണം കിട്ടില്ല. അതായത് നമ്മൾ ഈ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കിയാൽ അത് ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യുന്ന ഒരാൾക്ക് വളരെ കൃത്യമായിട്ട് അതിലേക്ക് എത്താൻ സാധിക്കും. പലരും ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ട്, ടു ഡു ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ട് കിടന്നുറങ്ങും, പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കും, ഒന്നും നടക്കില്ല. അല്ല 1-2 ദിവസം അത് ചെയ്യും, അത് കൃത്യമായി വരാതാകുമ്പോൾ പിന്നെ ഉപേക്ഷിക്കുന്ന ഒരു രീതിയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡിസിപ്ലിൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഡിസിപ്ലിനോടുകൂടി കാര്യങ്ങൾ ചെയ്തു പോകുന്ന ഏതൊരാൾക്കും ഈ മാനിഫെസ്റ്റ് ചെയ്ത ഒരു കാര്യം ടു ഡു ലിസ്റ്റ് വഴി ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യുന്നതിലൂടെ നേടിയെടുക്കാൻ സാധിക്കും. ഇത് 100 അല്ല 101% ഉറപ്പാണ്. അനുഭവസ്ഥനാണ് ഞാൻ, നേടിയെടുത്തത് കൊണ്ട് മാത്രമാണ് ഇത് പറയുന്നത്. താങ്ക് യു.